ഓരോരുത്തർക്കും എങ്ങനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തെ, അദ്ദേഹവുമായുള്ള അടുപ്പെന്ന് പറഞ്ഞാൽ അന്വേഷിയുടെ പല അറ്റംപ്റ്റുകളും ഇപ്പോൾ ചിത്രയും വേണുഗോപാലും കൂടിയുള്ള ഗാനമേള, അതുപോലെ ഞങ്ങളുടെ ഷോർട്സ് ഹോമിന്റെ അടിത്തറയിട്ടത് എംടിയാണ്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഡിന്നർ വിത്ത് മമ്മൂട്ടി എന്നൊരു പ്രോഗ്രാം നടത്തിയിരുന്നു, അതിന് അധ്യക്ഷൻ എംടി ആയിരുന്നു. എല്ലായ്പ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അടുപ്പമാണ്. ഞങ്ങളെ ഈ ഫീനിക്സിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 23 ഫീനിക്സ് 23, അത് ഞാൻ എംടിയുടെ അടുത്ത് പോയിരുന്നു. എംടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പോയപ്പോൾ. തീരെ സുഖമില്ലായിരുന്നു, കാലിനൊക്കെ നീരൊക്കെ വന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ശൂന്യതയുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം അടുത്ത കാലത്ത് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അധികം ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ പോയിട്ട് പിന്നെ കാണുന്നൊക്കെ തോന്നുമെങ്കിലും അവസാനം ഞാൻ കണ്ടത് 2023 ആ പരിപാടിക്ക് മുമ്പെയാണ്. യെസ്, കെ അജിത അന്വേഷി അധ്യക്ഷ ആണ് സംസാരിച്ചത്. കെ അജിത ഒരു കാര്യം പറഞ്ഞു, പഞ്ചാഗ്നി തൻ്റെ കഥയല്ല എന്ന്. ഗീത അവതരിപ്പിച്ച കഥാപാത്രം അത് താനാണ് എന്ന നിലയിൽ കെ അജിതയുടെ ഒരു ബയോഗ്രഫിക്കൽ കഥാപാത്രമാണ് എന്ന നിലയിൽ അന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഒരു നക്സൽ പാരമ്പര്യമുള്ള കഥാപാത്രമായിരുന്നു അത്. വിപ്ലവകാരിയായ ഒരു വനിത എന്ന നിലയിൽ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രവുമായിരുന്നു. അപ്പോൾ അത് പക്ഷെ താനല്ല എന്ന് അജിത പറയുന്നു. തൻ്റെ ജീവിതമല്ല അതിനകത്തുള്ളത് എന്നത് അജിത പറയുന്നുണ്ട്. പക്ഷേ ശരിയായിരിക്കാം. പക്ഷെ അതിൽ നിന്നൊരു അംശം ഉൾക്കൊണ്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിന്ന് അജിതയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ ഒരു അംശമാണ്, ഒരു നുള്ള് അംശം അദ്ദേഹം എടുത്തിട്ടുണ്ടാകണം അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ എന്ന് നമുക്കറിയാം. കാരണം ജയിലിൽ അജിത നേരിട്ട ആ പീഡനത്തിൻ്റെ ആഴം എംടി സൃഷ്ടിച്ച കഥാപാത്രത്തിലും ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിവേ, എംടിയെ യാത്രയാക്കുകയാണ് കേരളം. കോഴിക്കോട്ട് ഇന്ന് മനുഷ്യരെല്ലാം, സാധാരണ മനുഷ്യരെല്ലാം, അതിന് ജാതി മത ഭേദമില്ലാതെ, രാഷ്ട്രീയ സാമൂഹിക ഭേദമില്ലാതെ അവിടെ എത്താനുള്ള വഴിയാണ് ഉള്ളത്. ഇപ്പോൾ എംടിയുടെ വീട്ടിലെ കൊട്ടാരം വീട്ടിലെ സിത്താരയിലേക്കാണ് ഇപ്പോൾ രാവിലെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്